ജബ്ബാർ മുക്കം. ഏപ്രിൽ 4 വ്യാഴാഴ്ച ഇന്നലെ നട്ടുച്ച സമയം എന്ന് വെച്ചാൽ ഏകദേശം 2 മണിയോടടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യ പരിപാടി കഴിഞ്ഞ് മുക്കം ടൗണിലൂടെ ഞാനിങ്ങനെ വരുമ്പോൾ ഏകദേശം ഷട്ടറുകളൊക്കെ താന്ന് കിടക്കുകയാണ് കടകളിലെ. അതുപോലെ തന്നെ മുക്കം ടൗൺ ഏകദേശമൊക്കെ കാലിയാണ്, തിരക്കില്ല. മുക്കം ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുള്ള ടൗണാണ്, എന്നിട്ടും ഏകദേശം മുഴുവൻ കാലിയാണ്. ഞാൻ ഏകദേശം ഇങ്ങനെ ടൗണിൽ ഏകദേശം എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു കാഴ്ചയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കൈക്കുഞ്ഞുങ്ങളുമായി അല്ലെങ്കിൽ 2-3 വയസ്സുള്ള ചെറിയ കുഞ്ഞുങ്ങളുമായി തൻ്റെ വിരൽ തൂങ്ങിപ്പിടിക്കുന്ന കുഞ്ഞുങ്ങളുമായി പല ഉമ്മമാരും അമ്മമാരും ഇന്നലെ ആ സമയത്ത് മുക്കം ടൗണിൽ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഞെട്ടിപ്പോയ കാഴ്ച. പ്ലീസ്, ഞാൻ ഇന്നത്തെ പേപ്പറാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ അതിൽ ചില ഹെഡിങ്ങുകൾ വായിക്കാം. സൂര്യാഘാതം, ഒരു മരണം കൂടി. മരിച്ചത് ബീഹാർ സ്വദേശിയാണ്, പക്ഷേ സൂര്യാഘാതം ഏറ്റത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഇന്നലെ 38 പേർക്ക് കൂടി സൂര്യാതാപം വെച്ചിട്ടുണ്ട്. ഇന്ന് ചൂട്, കാറ്റിന് സാധ്യതയുണ്ട്. മറ്റൊന്ന്, അവധിക്കാല ക്ലാസ് നിയന്ത്രണം മതബോധന ക്ലാസുകൾക്കും ബാധകമെന്ന് ബാലാവകാശ കമ്മീഷൻ. ഇത് ഇന്നത്തെ പേപ്പറാണ്. ഇന്നത്തെ ഒരു പേപ്പറിലെ വാർത്തയാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ ധാരാളം പേപ്പറുകളിലും മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ നാം ശ്രദ്ധിക്കാത്തത്? എന്തുകൊണ്ട് നാം ശ്രദ്ധിക്കുന്നില്ല? ഞാൻ വളരെ സങ്കടപ്പെട്ടു പോയി. ഈ ഉമ്മമാർക്ക് അത്യാവശ്യമാണെങ്കിൽ, ഈ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അത്യാവശ്യമെങ്കിൽ പുറത്തിറങ്ങാം. പക്ഷേ അവരുടെ കയ്യിൽ കൈകുഞ്ഞുങ്ങളുമായിട്ട് ടൗണിലൂടെ നടക്കുമ്പോൾ, ഈ ഗ്രാമപ്രദേശത്തിലൂടെ ഇടവഴിക്കോ മറ്റോ അല്ല പറയുന്നത്, ടൗണിലൂടെ നടക്കുമ്പോൾ ടൗണിൻ്റെ സ്ഥിതി എന്താണ്? ഡബിൾ ചൂടാണ്. മേലെ നിന്ന് സൂര്യൻ്റെ ചൂട്, അടിയിൽ നിന്ന് റോഡ് ചൂടായി, ആ റോഡിൻ്റെ ചൂട്, ബിൽഡിങ്ങുകളുടെ ചൂട്, ഇതിൻ്റെ ഒക്കെ നടക്കുമ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ, സൂര്യാഘാതമേറ്റ് അവരുടെ ശരീരത്തിൽ നിന്ന് അല്പം ഒരു തൊലി നീങ്ങിപ്പോയാൽ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു സഹതാപത്തിൻ്റെ വാക്ക് നമ്മോട് ആരും പറയില്ല. കാരണം എന്തുകൊണ്ട് അവർ പുറത്തിറങ്ങി, എന്താവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങി എന്നേ പറയുള്ളൂ. ഒന്നുകൂടി പറയട്ടെ, ഞാൻ വളരെ സ്നേഹത്തോടുകൂടി പറയാണ്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിൻ്റെയും കീഴിലുള്ള പുറം ജോലിക്കാരടക്കമുള്ള ആളുകൾക്ക് 12 മണി മുതൽ അല്ലെങ്കിൽ 11 മണി മുതൽ 3 മണി വരെയുള്ള ജോലിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ നാം ശ്രദ്ധിക്കാത്തത്? ആ വലിയ ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും സൂര്യാഘാതമേറ്റ് തൊലി ഉരിഞ്ഞു പോയാൽ ആരാ വേദന സഹിക്കേണ്ടത്? നിങ്ങളാണോ? ഉപ്പമാരെ നിങ്ങളാണോ? അവരെയും കൊണ്ട് ഇപ്പോൾ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ടൂറിനോ മറ്റോ പോകുന്ന, ഈ ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കുന്ന നിങ്ങളാണോ വേദന സഹിക്കേണ്ടത്? അല്ല കുഞ്ഞുങ്ങളാണോ? കുഞ്ഞുങ്ങളുടെ വേദന കണ്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി പറയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ്, ഇപ്പോൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ബഹുമാനം, ആദരവെന്ന് പറഞ്ഞാൽ അവരെ ഈ സൂര്യൻ്റെ ചൂട് ഏൽപ്പിക്കാതിരിക്കലാണ്. പ്ലീസ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉണർത്തുകയാണ്. മുക്കത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ, എൻ്റെ നാട് മുക്കമായതുകൊണ്ടാണ് ഈ വോയിസ് കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വിഷയം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുന്നു. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയും കാരണങ്ങളും അതു സംബന്ധമായ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ നമ്പർ 9747 345 316, അബ്ദുൽ ജബ്ബാർ മുക്കം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലും